ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം കത്തിപ്പടരുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി AKG സെന്ററിൽ ഇ.പി. ജയരാജൻ എത്തിയത് ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ്. യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം ഈ വിവാദവും ചർച്ചയാകാനാണ് സാധ്യത. എതിർക്കുന്നവർക്ക് കൃത്യമായ മറുപടി ഇ.പി. നൽകും. ഇതിനിടെ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ CPM-ലെ പ്രധാനിയെ നേരത്തെ തന്നെ ഇ.പി. അറിയിച്ചിരുന്നുവെന്നും സൂചനയുണ്ട്. എന്നാൽ CPM-നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇതും ഇ.പി. യോഗത്തിൽ ചർച്ചയാക്കും. ബി.ജെ.പി. പ്രവേശനത്തിൽ ഇ.പി.യുമായി 3 വട്ടം ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ചപ്പോൾ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഇ.പി. ജയരാജൻ ചെയ്തത്. പ്രകാശ് ജാവദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ചയായിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നതെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടേയില്ലെന്നാണ് ഇ.പി.യുടെ വിശദീകരണം. ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ CPM-ലെ പ്രമുഖനെ എല്ലാം ഇ.പി. അറിയിച്ചിരുന്നുവെന്നാണ് സൂചന. ഇക്കാര്യത്തിലും CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. നിലപാട് അറിയിക്കും. CPM-ലെ ആർക്ക് പ്രശ്നമുണ്ടായാലും മുന്നിൽ നിന്നും പ്രതിരോധം തീർക്കുന്നയാളാണ് ഞാൻ. വിമാനത്താവളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ പോലും താൻ ശക്തമായി പ്രതികരിച്ചു. പക്ഷേ തന്നെ കൊടുക്കാൻ ഗൂഢാലോചന നടക്കുമ്പോൾ പാപിയും ശിവനുമൊക്കെ ചിലർ ചർച്ചയാക്കി. എന്നും പാർട്ടിക്ക് വേണ്ടി നിന്ന സഖാവാണ് താനെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. വിശദീകരിക്കും. തന്നെ സംശയനിഴലിൽ നിർത്താൻ ചില പാർട്ടിക്കാർക്കും താല്പര്യമുണ്ടെന്ന് ഇ.പി. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിക്കും. യോഗത്തിലുയർന്ന വിമർശനങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും. ഇതിനൊപ്പം ഇടത് കൺവീനർ സ്ഥാനം ഒഴിയാമെന്ന സന്നദ്ധതയും അറിയിക്കും. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തുറന്നു പറഞ്ഞ് പുകമറ ഒഴിവാക്കാനാണെന്ന് ഇ.പി. ജയരാജൻ നേരത്തെ പറഞ്ഞിരുന്നു. തന്നെ കരുവാക്കി ഗൂഢാലോചനക്കാർ ലക്ഷ്യം വെച്ചത് പാർട്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണ്. മുഖ്യമന്ത്രിയുടെ ശിവൻ പാപി പരാമർശങ്ങൾ സമൂഹം അംഗീകരിക്കേണ്ട പൊതുധർമ്മമാണെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. വിഷയത്തിൽ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിൽ നടന്നത്. CPM-നെയും മുഖ്യമന്ത്രിയും ആക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിലെ ഒരു ഭാഗമാണ് താൻ. ഒരേ വിഷയം ഒരേ സമയത്ത് ഒരേ പ്ലാനിൽ ചർച്ച നടത്തിയതിന് പിന്നിൽ മാധ്യമ ഗൂഢാലോചനയുണ്ടെന്നും ഇ.പി. വിശദീകരിക്കും.